പട്ടണം, യെരൂശലേം ദേവാലയത്തിലെ ആരാധന ഇവയിൽ നിന്നകന്ന് വിജാതീയ ആരാധനയുടെ മധ്യയുടലുന്ന കാലം. സർവലോകത്തിന്റെയും സൃഷ്ടാവും നീതിതാവുമായ വാൽദേവന് വന്ദനം. അടിയങ്ങൾ ഇതാ അങ്ങയുടെ തൃപ്പാദത്തുകൾ കുമ്പിടുന്നു. എന്താണ് അങ്ങയുടെ മുഖത്തിൽ വിഷാദഭാവം? മഴക്കാലുകളോട് നിറഞ്ഞ മാനം പോലെ എന്തേ അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത്? അറിയില്ല. രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. അനർത്ഥങ്ങളും ദുസ്വപ്നങ്ങളും എന്നെ വിടാതെ പിന്തുടരുന്നു. എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരാൻ പോകുന്നതായി ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നുന്നു. എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നു. എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരാൻ പോകുന്നതായി എനിക്ക് തോന്നുന്നു. രാത്രിയിൽ യുദ്ധങ്ങളിൽ യുദ്ധശ്രുതികളിൽ ഞാൻ സ്വപ്നം കാണുന്നു. കബന്ധങ്ങളെ സ്വപ്നം കണ്ടാണ് ഞാൻ ഇന്ന് ഉറക്കം ഉണർന്നത് തന്നെ. വലിയൊരു യുദ്ധം വരാൻ പോകുന്നുവെന്ന് ആരോ എന്റെ കാതിൽ മന്ത്രിക്കുന്നത് പോലെ തോന്നുന്നു. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. ബാല തന്നെ ശരണം. വരും, നമുക്ക് പ്രാർത്ഥിക്കാം. സർവനാശം, സർവനാശം ഇതാ സമാഗതമായിരിക്കും. ബാൽ കോപിച്ചിരിക്കുന്നു. ബാബിലോണിൽ ബാലിനെ ആരാധിക്കാത്ത ജനത വസിക്കുന്നു. അവർ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കും. സർവനാശം സമാഗതമായിരിക്കും. യുദ്ധങ്ങളുണ്ടാകും, കലഹം വർദ്ധിക്കും. നാശം ഇതാ സർവനാശം പടിവാദത്തിൽ നിന്ന് നൃത്തം വയ്ക്കും. ബാൽ കോപിച്ചിരിക്കുന്നു. ബാബേലിൽ ബാലിനെ ആരാധിക്കാത്ത ജനത വസിക്കുന്നു. ബാബേലിന്റെ അതിർത്തിയിൽ പേർഷ്യൻ സൈന്യം വിളയാട്ടം നാം കാണുന്നു. ഇതാ ബാബേൽ സൈന്യം സിംഹത്തിന്റെ മുന്നിലകപ്പെട്ട മാൻപേടയെ പോലെ ഓടി ഒളിക്കാൻ തുടങ്ങുന്നതായി നാം കാണുന്നു. സഹപുരോഹിത, കാണുന്നില്ലേ പേർഷ്യൻ രാജാവിന്റെ പടയോട്ടത്തിൽ ബാബേൽ സൈന്യം ഈയാമ്പാറ്റകളെ പോലെ എരിഞ്ഞൊടുങ്ങുന്നതിന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ കൈവെള്ളയിൽ കാണുന്നില്ലേ? പേർഷ്യൻ രാജാവായ കോരശിന്റെ പ്രസംഗമുഖം കാണുന്നില്ലേ? ആ തട്ടാസിക്കുന്ന പേർഷ്യൻ സൈന്യത്തിന്റെ വിജയ മന്ദഹാസം. സർവനാശം ഇത് നിശ്ചയം. ഒക്കെ പുരോഹിത, പ്രതിനിധികളൊന്നുമില്ലേ ഈ നാടിന്റെ രക്ഷയ്ക്കായി? എങ്ങനെ നമ്മുടെ നാടിനെ പേർഷ്യൻ കരങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും? എങ്ങനെ നമ്മുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും നമുക്ക് രക്ഷിക്കാൻ കഴിയും? രക്ഷ? എന്ത് രക്ഷ? ആരുടെ രക്ഷ? രക്ഷിക്കാൻ വാൽ വേണം. യുദ്ധം ജയിക്കാൻ വാൽ വേണം. രാജ്യം മൊത്തം സ്വദേശികളും വിദേശികളും സർവശക്തനായ വാലിനെ ആരാധിക്കട്ടെ. വാൽ കരുണ ചെയ്താൽ യുദ്ധം നീങ്ങിപ്പോകും. വാലിനെ ആരാധിക്കാത്തവരെ ഇവിടെ വാലിന്റെ തിരുനടയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യും. അനുസരിക്കാത്തവരെ 3 ദിവസത്തേക്ക് ഈ ദേവാലയത്തിനുള്ളിൽ ജലപാനം നൽകാതെ ബന്ധിക്കണം. എന്നിട്ടും അനുദമിക്കുന്നില്ലെങ്കിൽ 3-ാമത്തെ ദിവസം അഹങ്കാരികളായവരെ കടുവയ്ക്കും സിംഹത്തിനും ഭക്ഷണമായി എറിഞ്ഞു കൊടുക്കണം. വാൽ അനുഗ്രഹിച്ച ബാബിലോണിന്റെ സൈനികരെ പേർഷ്യൻ പട്ടാളത്തെ പിടിച്ച് ചീന്തും. വാലിന്റെ മക്കൾ വിജയിക്കും. ഇപ്രകാരം ബാൽ കൽപ്പിക്കുന്നു. ബാൽ കൽപ്പിക്കുന്നു. ബാൽ കൽപ്പിക്കുന്നു. ദേവ, അനർത്ഥങ്ങൾ വരുത്തരുതേ. സർവലോകത്തിന്റെയും നാഥ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. നാശത്തിനും തകർച്ചയ്ക്കുമായി നിന്റെ മക്കൾ വിട്ടുകൊടുക്കരുതേ. പ്രഭു, നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും ആവശ്യമില്ലേ? രാജസക്കാരനോട് വരാൻ പറയും. രാജകൊട്ടാരത്തിലേക്ക് വിവരം ഓല വഴിയായി അറിയിക്കട്ടെ. ബാബിലോണിന്റെ അതിർത്തിയിലെങ്ങും വിവരം ചെണ്ടകൊട്ടി അറിയിക്കട്ടെ. സ്വദേശിയും പരദേശിയും
ഒരുപോലെ അനുദരിക്കട്ടെ. ബാലിനെ ആരാധിക്കാത്തവര് സിംഹത്തിന് കടുവയ്ക്ക് എറിഞ്ഞു കൊടുക്കുമെന്ന രാജകീയ വിളംബരം പുറപ്പെടട്ടെ. വേഗം. പ്രഭു കൽപ്പിച്ചാൽ പോലെ എഴുതാനുള്ള വിവരങ്ങൾ പറഞ്ഞു. നാം ഇന്നുമുള്ള ഈ ആലയത്തിൽ ധ്യാനനിമഗ്നനായി കഴിയും. രാജസന്നിധാനത്തിൽ നിന്നും കൽപ്പന എത്രയും വേഗം പുറപ്പെടും. നാളെ നാം ധ്യാനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബാബിലോൺ മുഴുവൻ വിളംബരം അറിയിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും വിടുതൽ നേടുവാൻ ദേശത്ത് പാർക്കുന്ന സ്വദേശിയും പരദേശിയും ഇന്നു മുതൽ ബാൽദേവനെ മാത്രമേ ആരാധിക്കാവൂ. ഈ കൽപ്പന ലംഘിക്കുന്നവരെ ബാലിന്റെ തിരുസന്നിധിയിൽ വിചാരണ ചെയ്യുന്നതും കുറ്റക്കാരെന്ന് കണ്ടാൽ സിംഹക്കൂട്ടിലും പുലിക്കൂട്ടിലും എറിഞ്ഞു കൊടുക്കുന്നതുമായിരിക്കും എന്നിരുന്നാൽ വിളംബരം ചെയ്യുന്നു. പ്രഭു, വിളംബരം പുറപ്പെടുവിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങ് കേട്ടില്ലയോ വിളംബരം? പ്രഭു, ഒരു ഇസ്രായേൽക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ബാൽദേവനെ പരസ്യമായി അപമാനിക്കുകയും സത്യദൈവമായി യഹോവയെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൂട്ടുകാരെ പഠിപ്പിക്കുകയും ചെയ്തു. അവനെ ഇവിടെ ബാലിന്റെ തിരുവറയിൽ കൊണ്ടുവരാൻ പറയും. പ്രഭു, ഈ മനുഷ്യൻ ബാൽദേവനെ അപമാനിക്കുകയും സഹോദരന്മാർ ബാൽദേവനെ ആരാധിക്കുന്നത് വിലക്കുകയും ചെയ്തു. നാം കേട്ടത് ശരിയാണ്. സർവത്തിന്റെയും സൃഷ്ടാവായ ബാൽദേവനെ ആരാധിക്കാതിരിക്കുന്നു. ബാൽദേവൻ കോപിച്ച ദേശത്തെ ക്ഷാമവും യുദ്ധവും കെടുതിയുകൊണ്ടാണ് എന്നറിയില്ല. നിന്നെ സൃഷ്ടിച്ച ബാൽദേവനെ ആരാധിക്കാതിരിക്കുവാൻ നിനക്കെങ്ങനെ കഴിയും? സത്യദൈവമായ യഹോവയെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് എന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ മരണം വരെ യഹോവയെ മാത്രമേ ആരാധിക്കൂ. യഹോവ സത്യദൈവമാണ് പോലും, സർവശക്തനാണ് പോലും. ബാലിന്റെ മകനായ നെബൂഖദ്നേസറിന്റെ പടയോട്ടത്തിൽ എവിടെയായിരുന്നു സർവശക്തനായ യഹോവ? സ്വന്തം ആരാധകരെ ശത്രുക്കളുടെ അടിമകളായി വിട്ടുകൊടുക്കുന്നതാണോ യഹോവയുടെ ശക്തി? യഹോവ ഞങ്ങളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും പിടിപ്പിച്ച് തേനും പാലുകൊള്ളുന്ന കാനാൻ നാട്ടിൽ കൊണ്ടുവന്നത് മരുഭൂമിയുടെ വിനകയിൽ വെച്ച് മന്നായും കാടപ്പക്ഷിയിൽ തന്നു പോറ്റിയത്, ദാഹിച്ചു വലഞ്ഞപ്പോൾ പാറയിൽ നിന്ന് വെള്ളം നൽകിയത്, ചെങ്കടൽ വിഭജിച്ച് ഞങ്ങളെ മറുകര കടത്തിയത്, രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ഞങ്ങളെ നടത്തിയതും ഞങ്ങൾ കേട്ടിട്ടില്ലേ? വിഡ്ഢിയായ മനുഷ്യ, നീയും വിശ്വസിച്ചോ ആ കെട്ടുകഥകൾ? എവിടെ പോയി നിന്റെ യഹോവയുടെ ശക്തി? ഇപ്പോൾ ചെങ്കടൽ കടത്തിയ യഹോവ ഇപ്പോൾ എവിടെ പോയി? സർവശക്തനായ യഹോവ എന്തേ ഇപ്പോൾ നിന്നെ രക്ഷിക്കുന്നില്ല? ഇസ്രായേൽക്കാർ, മതിയാക്കൂ നിന്റെ പാഴ്വാക്കുകൾ. സർവത്തിന്റെയും സ്രഷ്ടാവും പരിപാലകനുമായ ബാൽദേവനെ കടന്നുറന്ന് വന്ദിക്കൂ. നോക്കൂ ബാൽദേവന്റെ മുഖത്തേക്ക്. ആ തൃപ്പാദത്തെങ്കിൽ സാഷ്ടാംഗം പ്രണവിച്ച് സമസ്ത അപരാധങ്ങളെന്ന് പറഞ്ഞ് നിന്റെ ജീവൻ രക്ഷിക്കൂ. പെട്ടെന്നാകട്ടെ. സൂര്യപുത്രനായ ബാൽദേവനെ ആരാധിക്കാതിരിക്കുന്ന ബാബിലോണിലെ സ്വദേശിയെയും പരദേശിയെയും സിംഹക്കൂട്ടിലും പുലി